ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. കറുപ്പ് വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ പിറകിൽ കാണുന്ന പോലെ രാഹുലുമാണ്. ഇനിയൊരു മൂന്നാമതൊരു രാഹുലുണ്ട്, 3 രാഹുലന്മാരുണ്ട്. അതിൽ ആദ്യത്തേത് നമ്മുടെ ദേശീയ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗണ്ഡി, ഓർന്ന് അടൂരുകാരൻ രാഹുൽ മാങ്കൂട്ടത്ത്, 3 രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിനെ ഞാൻ ഈ കണ്ടക്സ്റ്റില് സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ട് സംസാരിച്ചതുകൊണ്ടാണ്. അല്ലാതെ അദ്ദേഹം ആവശ്യമില്ലാത്ത പലതിനും വേണ്ടിയിട്ട് കുരയ്ക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ മെരിറ്റുകളൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും അദ്ദേഹം കൂടെ ഇതിനകത്ത് ഇടപെട്ടത് കൊണ്ട് പറയുന്നത്, രാഹുൽ നീ ഇപ്പോൾ ഇടപെടില്ലെങ്കിൽ നീ തീർന്നടാണ്. അദ്ദേഹം ഒരു വലിയ തന്ത്രി കുടുംബത്തിന്റെ അംഗം എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെതായിട്ടുള്ള മാധ്യമങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരമൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. ശബരിമലയുടെ തന്ത്രി കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യത്തിന് മാത്രം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. എന്തായാലും ഞാൻ അദ്ദേഹത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, എന്റെ കണ്ടക്സ്റ്റിൽ വരുന്ന ഒരാളല്ല. എന്നാലും അദ്ദേഹം ഇതിനകത്ത് പ്രതികരിച്ചുകൊണ്ടാണ് ഞാനീ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. മാധ്യമത്തിലെ പുള്ളിക്കാരന്റെ ഇടപെടലുകൾ, ഒരു പ്രസന്റ് ആയിട്ടുള്ള എനിക്ക് ശ്രീ പി.സി. ഉമ്മൻചാണ്ടി, പി.സി. വിഷ്ണുനാഥ്, അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറയിലെ ആളായിട്ട് ഞാൻ കണ്ടിരുന്ന ആളാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഞാൻ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും എന്റെ സുഹൃത്തുക്കളെ കാണുമ്പോഴത്തേക്കൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ച ഒരു ക്ലിപ്പുണ്ട്. അത് സന്ദേശം എന്ന സിനിമയിലെ ശങ്കരാടിയുടെ ഡയലോഗാണ്. അതായത് കാലാകാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട്. വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അവനെ പറ്റി ഒരു അപവാദം പറയുക. പണ്ടൊക്കെ ഗർഭസത്യാഗ്രഹമായിരുന്നു. അത് DNA ഒന്നും കണ്ടുപിടിക്കാത്തതുകൊണ്ട് അന്ന് ഏതെങ്കിലും ഒരു മുതലാളിയെ അല്ലെങ്കിൽ ഒരു ജന്മിയെ അവർക്ക് ഇല്ലാതാക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട സ്ത്രീയെ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊണ്ട് മുതലാളിയുടെ വീട്ടിന്റെ മുമ്പ് ഇരുത്തിയിട്ട് പറയും, ഇയാളാണ് എന്റെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറയും. പിന്നീട് അയാളെ നിന്ന് ഉള്ള കുറച്ച് പൈസയൊക്കെ പിരിച്ച് വാങ്ങിക്കും, കുറച്ച് ഇവർക്കും കൊടുക്കും. കാര്യം അന്ന് DNA ടെസ്റ്റ് ഇല്ലല്ലോ, ഇയാളാണ് ഈ ആ കുട്ടിയുടെ അച്ഛനെന്ന് പറയാനുള്ള തെളിയിക്കാനുള്ള കാര്യങ്ങളൊന്നും നമ്മളിൽ ഇല്ലല്ലോ. അതുകൊണ്ട് അവരങ്ങ് കൊടുക്കും, ഇവർ വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലാകാലങ്ങളായിട്ട് വളർന്നതും